ഗുഡ് മോർണിംഗ്. ഇന്ന് മോളുടെ ഫസ്റ്റ് സ്കൂൾ ഡേ ആണ് കേട്ടോ. LKGയിലേക്ക് ഫസ്റ്റായിട്ട് സ്കൂളിൽ പോവാണ്. ഇന്ന് നമുക്ക് മീറ്റിങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ പാരൻസിൻ്റെ കൂടെ പോയി ഉച്ചയോടുകൂടി നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഞാൻ കാലത്ത് ഒരു 5:30 എഴുന്നേറ്റ് കേട്ടോ. കുറേ നാളായി ഈ 5:30 കണ്ടിട്ട്. നല്ല മഴയുണ്ടായിരുന്നു. വേഗം ഫ്രഷായിട്ട് വന്നു. വേഗം തന്നെ അടുക്കളയ്ക്ക് ഒന്ന് തുടച്ച്, രാത്രി നമ്മൾ തുടച്ചൊക്കെ ഇട്ടതാണ്. എന്നിരുന്നാലും കാലത്ത് എഴുന്നേറ്റ് ഒന്നും കൂടി നമ്മളൊന്ന് തുടയ്ക്കും. അവിടെ ഒന്നും കൂടി എന്തെങ്കിലുമൊക്കെ പല്ലിയോ പാറ്റയോ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് തുടച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് ഞാൻ തലേദിവസം വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറാനായിട്ട്. അപ്പോൾ വേഗം നമ്മൾ 3 പേരുടെ ബോട്ടിൽ ഒഴിക്കാൻ കേട്ടോ. രണ്ടാമത്തെ ആൾ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ട്. മൂന്നാമത്തെ ആളും ബോട്ടിൽ തന്നെയാണ് കുടിക്കുക. ഇവിടെ വീട്ടിൽ നിൽക്കുമ്പോൾ ഒക്കെ ഞാൻ ബോട്ടിൽ കൊടുക്കും വെള്ളം. നമുക്ക് ഏകദേശം ഒരു അളവൊക്കെ അറിയാൻ പറ്റുമല്ലോ കൊടുക്കുമ്പോൾ. അങ്ങനെ ഞാൻ 3 പേരുടെ ബോട്ടിലാക്കി ഞാനതവിടെ എടുത്ത് വെച്ചു. അതിനുശേഷം നമുക്ക് കുടിക്കാനുള്ള വെള്ളം, ഇന്നത്തേക്കുള്ള വെള്ളം ഞാൻ ചൂടാക്കുകയാണ് കേട്ടോ. അങ്ങനെ ചൂടാക്കി ഇന്ന് നമുക്ക് ദോശയാണ് കേട്ടോ ഉണ്ടാക്കണം. ഗോതമ്പ് ദോശയും ഗ്രീൻ ബീൻസ് കറിയാണ് കേട്ടോ. ഗോതമ്പ് ദോശ ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് അത് നല്ല കട്ടി കുറച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ മിക്സിയിൽ ഇട്ട് ഞാൻ കറക്കിയെടുക്കും, നല്ല സോഫ്റ്റ് ആവും. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വെച്ചു. അവസാനമാണ് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അതവിടെ ഇരുന്ന് സോഫ്റ്റ് ആയിക്കോളും. നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും പറയും ഗോതമ്പ് ദോശ കഴിക്കാൻ ടേസ്റ്റ് കുറവാണെന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറയും ഏറ്റവും നല്ലത് ഗോതമ്പ് ദോശയാണ്. അത് ഈ രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല സിമ്പിളായിരിക്കും, നമുക്കും സിമ്പിളായിരിക്കും, കഴിക്കുന്നവർക്കും ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാൻ വെള്ളവും ഇച്ചിരി പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് വെറുതെ ഒന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ട് ഒരു അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. അതിന് ശേഷം കഴിക്കുന്ന സമയമാകുമ്പോൾ ഞാൻ ചുട്ടെടുക്കുകയാണ് ചെയ്യാറുണ്ട്. നല്ല ടേസ്റ്റാണ്. കുറച്ച് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ തൂക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ മോനെ പ്ലേ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള ആപ്പിൾ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവനൊരു ഇവിടുന്ന് കഴിച്ചിട്ട് പോകും. എന്നിരുന്നാലും ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കഴിക്കാനായിട്ട് ഞാൻ ബിസ്ക്കറ്റ് അങ്ങനത്തെയൊക്കെ ഞങ്ങൾ പരമാവധി ഒഴിവാക്കുകയാണ് ചെയ്യാറ്. നമ്മൾ ആപ്പിൾ കൊടുത്തു വിട്ടു അവന്. ഞാനതൊക്കെ വേഗം റെഡിയാക്കി അവൻ്റെ ആ ടിഫിൻ ബോക്സ് മാറ്റി വയ്ക്കുക. മോൾക്ക് ഇന്നൊന്നും കൊണ്ടുപോകണ്ട, ഇന്ന് നമ്മുടെ കൂടെ പോയി നമ്മുടെ കൂടെ തന്നെ തിരിച്ചു വരും. ഗോതമ്പിൻ്റെ മാവ് ഞാൻ അടിച്ചു വെച്ചതിന് ശേഷം ഞാൻ ഗ്രീൻ ബീൻസ് കറി ഉണ്ടാക്കി. അതിനുശേഷം ഞാൻ ദോശ, അവരെല്ലാവരും വരണേക്കാൾ മുന്നേ ഞാൻ കുറച്ച് ദോശ അങ്ങനെ എടുത്ത് വെക്കുകയാണ്. 2-3 ദോശ ഉണ്ടാക്കി വെക്കുകയാണ്, പെട്ടെന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആ ദോശയൊക്കെ ഞാൻ 2-3 ഉണ്ടാക്കിയുള്ളൂ. ബാക്കിയൊക്കെ നമുക്ക് കഴിക്കുന്ന സമയത്ത് ചൂട്ടോടെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതൊക്കെ മാറ്റി വെച്ചു. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുന്നത്. ഭയങ്കര കട്ടി കുറഞ്ഞ് നൈസായിട്ടാണ് നമ്മൾ ഉണ്ടാക്കുക. ഏകദേശം നെയ് റോസ്റ്റിൻ്റെ ടേസ്റ്റൊക്കെ വരും. അതിനുശേഷം ഞാൻ മോളെ വിളിക്കാൻ പോകുന്നതാണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 9 മണിക്കാണ് വിളിക്കാറ്. ഇന്നിപ്പോൾ ഒരു 7 മണിയൊക്കെ നമുക്ക് വിളിച്ചിട്ടുണ്ട്. നമ്മൾ മക്കളെ എണിപ്പിക്കുമ്പോൾ ആദ്യം സൺലൈറ്റ് കിട്ടുന്ന പോലെ, അവരുടെ മുഖത്തിലേക്ക് വെളിച്ചം വരണ പോലെ നമ്മൾ വിൻഡോ ഒക്കെ തുറന്നിടാം. പരമാവധി അങ്ങനെ ചെയ്യുക. അല്ലെങ്കിൽ ലൈറ്റ് ഇടാം. എന്നിട്ട് വെളിച്ചം അവരുടെ മുഖത്തേക്ക് വരണ പോലെയാക്കി അവരൊന്നുകൂടി ഫ്രഷ് ആവും. അത് കഴിഞ്ഞാൽ അവരെ നമ്മൾ അടുത്തേക്ക് ചേർത്ത്